കണ്ടല്ലോ, അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. ഫേക്ക് നാറ്റിക്സിന്റെ വീഡിയോസ് തട്ടാതെ ഇൻസ്റ്റാഗ്രാം ഒന്ന് സ്ക്രോൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതെന്തുവേണേ ആയിക്കോട്ടെ, എനിക്ക് ഇവരുടെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് കണ്ണ് തള്ളിയിരിക്കും നിങ്ങളോടാണ് സംസാരിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ജിമ്മിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ട്രാൻസ്ഫോർമേഷൻസ്, അതായത് ഇത്ര ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും മസിൽ മാസ് ഗെയിൻ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ അതങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. അത് മോസ്റ്റ്ലി പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അവർക്ക് തന്നെ അത് നാച്ചുറലി പോസിബിൾ ആയിട്ടാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. റിയലിസ്റ്റിക്കലി നിങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം ലീൻ മസിൽ മാസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു എൻഡോമോഫോ അല്ലെങ്കിൽ ഒരു മീസോമോഫോ ഒക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗ്രേറ്റ് ജെനറ്റിക്സ് ഉണ്ട് മസിൽ ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 5 കിലോ ലീൻ മസിൽ മാസ് വരെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇയർ 2 നോക്കുവാണെങ്കിൽ ഒരു 3.5 കിലോ മസിൽ മാസ് വരെ മാക്സിമം നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അത് 3-ാം വർഷം ആകുമ്പോഴത്തേക്ക് ഒരു 2.75 കിലോ ആ ഒരു റേഞ്ച് ഒക്കെ പോകും. 4-ാം വർഷം ആകുമ്പോൾ ഒരു 2.25 കിലോയും, അതുപോലെ ഒരു 5-ാം വർഷം ആകുമ്പോൾ ഒരു 2 കിലോ താഴെയും, പിന്നെ ഒരു 6 to 9 ഇയേഴ്സിൽ നിങ്ങൾക്ക് പെർ ഇയർ ഒരു ക്ലോസ് ടു ഒരു 1.5 കിലോയുടെ അടുത്തോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ നിങ്ങൾക്ക് പുട്ട് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ജെനറ്റിക്സ് ഉള്ള ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ റിസൾട്ട് ആണ്. അല്ലാണ്ട് എന്താ പറയുക, എല്ലാവർക്കും ഇത് അച്ചീവബിൾ ആണെന്നല്ല പറയും. ഏറ്റവും ബെസ്റ്റ് ജെനറ്റിക്സ്, ബെസ്റ്റ് ട്രെയിനിങ്, ബെസ്റ്റ് ഡയറ്റ്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ എമൗണ്ട് ഓഫ് മസിൽ മാസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വളരെ ചുരുക്കം, അതായത് 1 in a million അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് എന്താ പറയുക ഇതിനേക്കാൾ മേലെ മസിൽ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. പക്ഷെ അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ബേസ് ലൈൻ ജെനറ്റിക്സ് ഒക്കെ തന്നെ നോക്കുമ്പോൾ എന്താ പറയുക, അവർ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് തന്നെ എന്താ പറയുക അവർക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ, അതുപോലെ തന്നെ ലൈക്ക് ഒരു മസ്കുലാർ ലുക്കും എല്ലാം കാണും. ഇനിയിപ്പോ ഒരു എക്ടോമോഫ് അല്ലെങ്കിൽ ഒരു വുമൺ, അവരുടെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ അവർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ എമൗണ്ടിലൊന്നും മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് മേ ബി ഒരു 1 year പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്തെങ്കിൽ ഒരു 2.25 കിലോ ആ ഒരു റേഞ്ച്, ആ ഒരു മസിൽ മാസ് മാത്രമായിരിക്കും ശരീരത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു 2-ാമത്തെ വർഷമാകുമ്പോൾ ഒരു 2 കിലോയിൽ താഴെ, ഇനി ഒരു 3-ാമത്തെ വർഷമാകുമ്പോഴോ മേ ബി ലെസ് ദാൻ 1 kg. അപ്പൊ അത്രയും കുറവാണ്, ആ റേറ്റ് അങ്ങനെ കുറഞ്ഞോണ്ടേ ഇരിക്കും. ഇയർ 4, ഇയർ 5 ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ ഒരു 1/2 കിലോ 3/4 കിലോ മസിൽസ്, ഒരു 1/2 കിലോ 3/4 കിലോ ലീൻ മസിൽ മാസ് ഒക്കെ ആയിരിക്കും ഒരു വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഒരു 6 to 9 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ എന്താ പറയുക അത് വീണ്ടും കുറയും. ഇനിയിപ്പോ നിങ്ങൾ എത്ര നല്ല ജെനറ്റിക്സ് ആണെന്ന് പറഞ്ഞാലും ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഒരു വർഷം 1 കിലോ മസിൽ മാസ് ഒക്കെ ആഡ് ചെയ്യാന്ന് പറയുന്നത് അത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇവരുടെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കണ്ടിട്ട് എന്താ പറയുക, അതായത് ഒരു വർഷം കൊണ്ട് തന്നെ എന്താ പറയുക ഒരു 10 കിലോ ലൈക്ക് ലീൻ മസിൽ മാസ് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ 3 മാസം അല്ലെ 100 ദിവസം, ഇങ്ങനെയുള്ള ഓരോ നമ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കും അതുപോലെ മസിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ അവർ കുറെ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താ പറയുക അവരൊരു ഡേ 1 അവരുടെ ഏറ്റവും വേഴ്സ്റ്റ് ഫിസിക്ക് നിങ്ങളിൽ പ്രസന്റ് ചെയ്തിട്ട് ഡേ 100 അല്ലെങ്കിൽ എന്താ പറയുക അവരൊരു ഗോള് തീരുമ്പോഴത്തേക്ക് ദ ബെസ്റ്റ് ഫിസിക് അവർ നൽകുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് ഒരു മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടും മാക്സിമം ആൾക്കാരെ ഇതുപോലെ പോളറൈസിംഗ് ഉള്ള കാര്യങ്ങൾ ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീച്ചും കാര്യങ്ങളും എല്ലാം കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക.